ഒഡീഷയിലെ ജാലേശ്വറിൽ ബജറംഗിൽ നിന്ന് നേരിട്ട ദുരനുഭവം 24-നോട് തുറന്നു പറഞ്ഞ് മലയാളി വൈദികരും കന്യാസ്ത്രീകളും. ബജറംഗ് ദൾ പ്രവർത്തകർ വാഹനം തള്ളിയിട്ട് മർദ്ദിച്ചു എന്നാണ് ഫാദർ ലിജോ നിരപ്പേൽ ഞങ്ങളുടെ പ്രതിനിധിയോട് പറഞ്ഞത്. അക്രമികൾ മദ്യപിച്ചിരുന്നുവെന്നും പോലീസ് എത്തിയത് അരമണിക്കൂർ കഴിഞ്ഞാണെന്നും ലിജോ നിരപ്പേൽ 24-നോട് വിശദീകരിച്ചു. ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായതെന്ന് കന്യാസ്ത്രീകളും പറഞ്ഞു. ഒരു വലിയൊരു ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു 80-100 പേര് അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവർ ആദ്യം ഞങ്ങളുടെ ഭായിയാണ്, ദുർജോഭായി ആയിരുന്നു, ആൾ ബൈക്കിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ ആളെ അവർ ആദ്യം ബ്ലോക്ക് ചെയ്ത് വെച്ച് നിങ്ങൾ ആരാണ്, എന്തിനാണ് ഈ വില്ലേജ് വന്നത്, ഈ രാത്രിക്ക് നിങ്ങൾക്ക് എന്താ ഇവിടെ പരിപാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവിടുന്ന് പറയുന്നൊന്നും കേൾക്കാതെ അവർ അടിക്കാൻ തുടങ്ങി. അവർ വണ്ടി അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി, ചില്ലിനോട്ടൊക്കെ അടിച്ചു, ഞങ്ങളെയും അടിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ ഫാദർ ജോജോ സീനിയർ എന്നെ ജസ്റ്റ് ഒന്ന് അന്ന് വിസിറ്റ് ചെയ്യാൻ വന്ന ആളാണ്. അപ്പം പുറത്തിനോട്ടും കൈക്കോട്ടൊക്കെ ജസ്റ്റ് അടി കിട്ടി, എനിക്കോട്ടും പുറത്തിനോട്ടും ഒരടി, അങ്ങനെ ചെയ്തു. ശരിക്കും പിടിച്ചു. തിരിച്ച് പിന്നീട് അങ്ങോട്ടേക്ക് പോയി മടങ്ങി പോകേണ്ടി വന്നു. തിരിച്ച് വില്ലേജിലോട്ട് തിരിച്ചു പോയി. ഞങ്ങൾ എപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു? ഇങ്ങോട്ട് ഇപ്പോൾ 11:30-12 മണി. ആ സമയം എങ്ങനെ നിങ്ങൾക്ക് പുറത്തു വരാൻ ആരെങ്കിലും സംരക്ഷണത്തിൽ പോലീസ് അങ്ങനെ ഉണ്ടായിരുന്നു? പോലീസ് വണ്ടി പുറകിലുണ്ടായിരുന്നു, ഞങ്ങളുടെ വണ്ടി. അങ്ങനെയാണ് നിങ്ങളെ പുറത്ത് കൊണ്ടുവന്നത്? ഗംഗാധർ ഗ്രാമം. ശരി, അങ്ങനെയാണ് കൊണ്ടുവന്നത്. ഇവരാരെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചോ? ഇല്ല, ഞങ്ങളാരും ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ കപ്പിയരെയാണ് പുള്ളി ശരിക്കും അടിച്ചു. പുള്ളിയുടെ ഇട്ടിരുന്ന ഷർട്ടെല്ലാം വലിച്ചു കീറി, പിന്നെ വണ്ടിയുടെ ചാവി എടുത്തുകൊണ്ട് പോയി.